സംസ്ഥാനത്ത് നെല്ല് സംഭരണം നിലയ്ക്കുന്നു. കർഷകർക്ക് പണം നൽകേണ്ട ബാങ്ക് കൺസോർഷ്യത്തിൽ അനിശ്ചിതത്വമുണ്ടായതാണ് നെല്ല് സംഭരണം വഴിമുട്ടാൻ കാരണമായത്. കേരള ബാങ്കിനെ ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്താൻ മന്ത്രിതല ഉപസമിതി ചർച്ച നടത്തിയെങ്കിലും കുടിശ്ശികയും കൂടിയ പലിശയും ചോദിച്ചതോടെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കൺസോർഷ്യത്തിലുള്ള SBI മാത്രമേ ഇപ്പോൾ കർഷകരിൽ നിന്ന് നെല്ല് കൈപ്പറ്റ് രസീത് സ്വീകരിക്കുന്നുള്ളൂ. അവരുടെ കാലാവധിയും ഉടൻ തീരും. PRS സ്വീകരിച്ച സർക്കാരിന് വേണ്ടി ബാങ്കുകൾ കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന വായ്പാ രീതി നടപ്പാക്കാനാണ് ബാങ്ക് കൺസോർഷ്യം രൂപീകരിച്ചത്. ഈ തുക സർക്കാർ പിന്നീട് ബാങ്കുകൾക്ക് നൽകും. SBIക്ക് പുറമെ കാനറ, ഫെഡറൽ ബാങ്കുകൾ ഉൾപ്പെട്ടതാണ് കൺസോർഷ്യം. ഫെഡറൽ ബാങ്കിന്റെ കാലാവധി നേരത്തെ തീർന്നു. മാർച്ചിന് ശേഷം കാനറ ബാങ്ക് കർഷകരിൽ നിന്ന് PRS സ്വീകരിക്കുന്നില്ല. ഈ വായ്പ തുടരാൻ ഇപ്പോഴുള്ള 9.1% പലിശ 9.6%ആക്കണമെന്ന് കാനറ ബാങ്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിൽ തീരുമാനമായിട്ടില്ല. സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നെടുത്ത വായ്പയ്ക്ക് പോലും 6.6% പലിശയാണെന്നിരിക്കെ സംസ്ഥാനത്തിന്റെ സ്വന്തം ബാങ്ക് അമിത നിരക്ക് ചോദിച്ചതിലെ നീരസത്തിലാണ് ധനവകുപ്പ്. 2022-23 വർഷം കർഷകർക്ക് പണം നൽകുന്നതിന് കേരള ബാങ്കിനുള്ള കുടിശ്ശിക അടയ്ക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതടച്ചില്ലെങ്കിൽ പുതിയ വായ്പ നൽകാനാകുമെന്ന നിർബന്ധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് GR അനിൽ, K കൃഷ്ണൻകുട്ടി, VN വാസവൻ, P പ്രസാദ് എന്നിവർ ഉൾപ്പെട്ട മന്ത്രിതല സമിതി. കാനറ ബാങ്കിനോടും കേരള ബാങ്കിനോടും വ്യവസ്ഥയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.